സാമുദായിക സമവാക്യം ചൂണ്ടിക്കാട്ടിയാണ് അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാതിരുന്നത്. ഈ വാദം അംഗീകരിക്കാൻ ഐ വിഭാഗം ഇതുവരെ തയ്യാറായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി KC വേണുഗോപാൽ വിഭാഗം പിടിച്ചെടുത്തെന്നാണ് ഐ വിഭാഗത്തിന്റെ ആരോപണം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനം Y വിഭാഗത്തിന് കനത്ത തിരിച്ചടിയാണെന്നും വിലയിരുത്തുന്നു. ഐ ഗ്രൂപ്പിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് KC പക്ഷത്തെ OJ ജനീഷ് കുമാർ എത്തുന്നത്. വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയലിന്റെ നിയമനം ഐ വിഭാഗത്തിന് ഇരട്ട പ്രഹരമായി. രമേശ് ചെന്നിത്തലയുടെ പൂർണ്ണ പിന്തുണയിലായിരുന്നു അബിൻ വർക്കിയുടെ പ്രതീക്ഷ. ഒരു ഘട്ടത്തിൽ പരസ്യമായി പോലും ചെന്നിത്തല അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തിക്കാട്ടി. അല്ല, അവരോട് ചോദിക്കണം. അവർ യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയേണ്ട കാര്യമല്ലേ. ചെന്നിത്തലയുടെ ഈ നീക്കം അബിൻ വർക്കിക്ക് തിരിച്ചടിയായെന്ന് മറുപക്ഷം പറയുന്നു. ചെന്നിത്തല വിരുദ്ധർ എല്ലാവരും കൈകോർത്ത് അബിൻ വർക്കിയെ വെട്ടിയെന്നാണ് പരാതി. ആരോപണത്തിന്റെ കുന്തമുന നീളുന്നത് ഷാഫി പറമ്പിൽ AP അനിൽകുമാർ കൂട്ടുകെട്ടിലേക്കാണ്. KCയുടെ വിശ്വസ്തരായ ഇരുവരും ചേർന്നാണ് OJ ജനീഷ് കുമാറിനെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചത്. അതേസമയം ദീർഘകാലമായി ലഭിച്ചിരുന്ന പദവി നഷ്ടമായതിൽ A ഗ്രൂപ്പ് നേതാക്കൾക്കും അസംതൃപ്തിയുണ്ട്. കൂടിയാലോചനകൾ ഇല്ലാതെയാണ് പുനഃസംഘടന നടന്നതെന്ന് ഇവർ വിമർശിക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.